പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പുത്രൻ രാവിലെ ബഹളം തുടങ്ങിയിട്ട് എന്താ കാര്യം എന്താ പറയുക, അണ്ണൻ മീൻ മേടിക്കാനായിട്ട് വെളിയിൽ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീൻ മേടിക്കാൻ പോകുമ്പോൾ അവനെ കൊണ്ടുപോകണം. കൊണ്ടുപോയില്ലെങ്കിൽ ഇതുപോലെ ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് വന്ന് നിന്ന് നോക്കിയിട്ട് ബഹളം അങ്ങോട്ട് തുടങ്ങും. ഇല്ല മീൻ അല്ലേ വെളിയിൽ ഇറക്കിയാൽ നീ നാട് വിടും, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്ത. അണ്ണന്തോ അവിടുന്ന് മീൻ മേടിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ നിന്ന് നോക്കി അവന് കാണാം മീൻ വണ്ടി വരുന്നതും അവിടെ പോയി അണ്ണൻ മേടിക്കുന്നേക്കാം. പോയി നോക്കിയേ എന്ത് മീനാ മേടിച്ചെന്ന്. കണ്ട മീൻ കണ്ട എന്ത് മീനാ വാങ്ങിയെന്ന്. എടുക്കാൻ നോക്കുന്ന ഇത് ഇപ്പൊ എടുത്താലേ ഉച്ചക്ക് എന്താ കൂട്ടി ചോറ് തിന്നും. അവളെന്തോ പറയണു വയറ്റമ്മ. കാണാൻ വയ്ക്ക് മീനും വേണ്ട ചോറും വേണ്ട ഒന്നും വേണ്ട, അവക്ക് എവിടെയെങ്കിലും ഒക്കെ കിടന്നാൽ മതി. അല്ല റാണിയമ്മ, റാണമ്മോ ഇങ്ങോട്ട് റാണമ്മോ വേണ്ട. ഇത്രയും പെരേടെ നമുക്കുണ്ടായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിന് പുതിയൊരു മാർഗം കണ്ടുപിടിച്ച്. ഇല്ല അല്ലെങ്കിൽ ഉള്ള എന്താ ഇതുപോലെ നെറ്റൊക്കെ അടിച്ച് ചെയ്യണം. അതിനകത്ത് വെണ്ട നട്ടിരിക്കുക. നമ്മൾ ഇതുകൊണ്ട് ഇതിൽ വെണ്ട തൈയൊക്കെ നട്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഈ വല കെട്ടിയതാ ഇവിടെ കുറച്ച് ഭാഗത്ത് പച്ചക്കറി ബാക്കി തൈയും കൂടെ ഒക്കെ നടാമെന്ന് കരുതി നോക്കിയപ്പോഴും അങ്ങനെ വല കെട്ടി ഫിറ്റത് നേരം വെളുത്ത് ഈ കുട്ടിപ്പട്ടാളങ്ങളെ തുറന്നു വിട്ടപ്പോൾ അതുങ്ങളെല്ലാം കൂടെ വന്ന് ചെയ്ത പണിയാണ് കണ്ടത്. അതുകൊണ്ട് ഇതുപോലെ മണ്ണും വളവും കരിയിലയും കമ്പോസ്റ്റും എല്ലാം മേളിൽ പോയി എടുത്തുകൊണ്ട് വരണം. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഏതാണ്ട് ഒരു 10-36 പച്ചക്കറി തൈയോളം ഇനി ഇരിക്കുന്നു. അതുകൊണ്ട് ഓൾറെഡി നമ്മളിവിടെ പാവയ്ക്കയുടെ തൈയൊക്കെ നട്ടിട്ടുണ്ട്. കർഷകൻ്റെ കൂടെ ഒരു കുട്ടി കർഷകൻ നിൽക്കുന്നുണ്ട, ജിമ്മിക്കുട്ടി കർഷകൻ. കൃഷിഭവനിൽ നിന്ന് കുറച്ച് ചെടിച്ചട്ടിയൊക്കെ കിട്ടിയായിരുന്നു. അതാണ്ട് ഇത് അതൊരു 10-20 ചെടിച്ചട്ടിയുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ പച്ചക്കറി തൈകൾ നമ്മൾ നട്ടിട്ടുണ്ട്. തക്കാളിയും അമരയ്ക്കൊക്കെയാണ് ഇതിൽ നട്ടിരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ ഇവർ സന്ധ്യയ്ക്കൊക്കെ നമ്മൾ കുറച്ച് സമയം ഇനി താഴെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ നോക്കി ഒരു ദിവസം ഇത് ഇങ്ങനെ മാന്തി അതിൻ്റെ മണ്ണും എടുത്ത് കളഞ്ഞത്, ഈ ചെടിയൊക്കെ പൊക്കിയെടുത്ത് അയ്യത്ത് കളഞ്ഞതാണ്. വയറ്റമ്മ തുടരുത്. അങ്ങനെ ഇവർ പിന്നെ ഇതൊന്നും വലുതായിട്ട് നശിപ്പിക്കത്തില്ല. ഇവർ ഇച്ചിരി വളർന്നവരല്ലേ, അപ്പോൾ അവർക്ക് അറിവായതുകൊണ്ട് അവരിതൊന്നും അങ്ങനെ നശിപ്പിക്കാറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോഴത്തേക്ക് വയറ്റിക്ക് അതിലൊന്ന് തൊട്ടാൽ കൊള്ളാമെന്നൊരു ഇത് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് കുറച്ച് നേരം കൊണ്ട്. പിന്നൊരു കാര്യം, അവരെ ഇനിയിപ്പോൾ താഴോട്ട് തുറന്നു വിടുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഗ്രോ ബാഗെല്ലാം കടിച്ചു കയറുന്നു. അധികം നേരം താഴെ നിർത്താൻ പറ്റത്തില്ല. ഇപ്പം മുകളിലാ ഫുൾ ടൈം ആൾക്കാർ. കാരണം അവിടെ ആകുമ്പോൾ അവർക്ക് ഓടിച്ചാടി കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. താഴെ കൊണ്ടുവന്നാൽ ഞങ്ങളുടെ പരിശ്രമം എല്ലാം വെള്ളത്തിലാവും. ഒരുപാട് കഷ്ടപ്പെട്ട് രാവിലെ സമയമില്ലാത്ത സമയത്തൊക്കെ ഷോപ്പിൽ പോകണം, ഇവരുടെ കാര്യങ്ങൾ നോക്കണം. അതിനിടയ്ക്ക് കുറച്ച് സമയം എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെ താഴെ കൊണ്ടുവന്ന ഈ ചെയ്യുന്ന പണിയൊക്കെ വെള്ളത്തിലാവും. ബാക്കിയുള്ളവരെന്തേ? രണ്ടുപേരെവിടെ? തുമ്പി ഇപ്പോൾ വന്നിട്ട് പോയി. ജാക്കി എവിടെ? അതുപോലെ അവിടെ വന്നിരിക്കുന്നു, ഗേറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ജിമ്മിയെ പാന്തി വിളിക്കുന്നുണ്ട്. ആണ് ഈ റെസ്റ്റ് എടുക്കാതെ ഈ ജോലിയൊക്കെ ഒന്ന് ചെയ്തൂതേ. ഞങ്ങൾ തന്നെ 24 മണിക്കൂർ പണിയെടുക്കണം, നിങ്ങളിങ്ങനെ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും? എൻ്റെ കാലൊക്കെ ചവിട്ടി പതിക്കുന്നു. യൂട്യൂബിൽ എൻ്റെ ഒരു സഹോദരി എനിക്കൊരു കമൻറ്റ് ഇട്ടിരുന്നു, ഇവർക്ക് ബെൽറ്റ് കോളർ മേടിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ ശ്രമിച്ചതാണ്. 3-4 പ്രാവശ്യം കോളർ മേടിച്ചിട്ട് കൊടുത്തിട്ട് അതിന് ഒരു ദിവസം പോലും ആ കോളറിന് ആയുസില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അവരിച്ചിരി വളർന്നിട്ടിട്ട് കൊടുക്കാന്ന് കരുതുക. കാരണം ഇവരെ ഈ കൂട്ടിൽ കിടക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം കോളറുകൾ കടിച്ച് നശിപ്പിച്ചു കളയും. റാണി മാത്രം താഴെ ആയിപ്പോയി കേട്ടോ. ഒരു വാൽ അവിടെ ആടുന്ന കണ്ടേ. ഒറ്റയ്ക്കായിപ്പോയാ റാണമ്മ? ഒറ്റയ്ക്കായിപ്പോയാ അവിടെ? വാ വിളിക്കണ്ടേ? പിന്നെ വന്ന് അനങ്ങാതെ നമ്മൾ അറിയുമോ? അവരിതോ ബാക്കിൽ ഇരിക്കുന്നു, ബാക്കിൽ പോകും. ബാക്കിലുണ്ട്, ചെല്ലേ. ജിമ്മിയെ തിരക്കി പോവേ, വേറെ ആരും ഇല്ല, ജിമ്മിനെ മാത്രമേ തിരക്കൂ. ജിമ്മിയായിട്ട് ഭയങ്കര സ്നേഹമാണ്. ആത്മാവും പറങ്കാവും എന്ന് പറയത്തില്ലേ, അത് കണക്കാണ് ജിമ്മി റാണി. വേണ്ട ഇതുപോലെ അണ്ണൻ ബക്കറ്റിൽ മണ്ണ് ഇവിടുന്ന് വെട്ടിയെടുത്ത് താഴെ കൊണ്ടുപോകണം. നല്ല അധ്വാനമാണ്. അണ്ണന് കുട്ടിപ്പട്ടാളങ്ങൾ 8ൻ്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത്. ഞങ്ങൾ ചെടിച്ചട്ടിയിൽ പച്ചമുളക് നട്ടിരിക്കുന്നത് ടയറിൻ്റെ ചട്ടിയാണ്. ടയറിൻ്റെ ചട്ടിക്കകത്ത് നമ്മൾ റോസയും വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ 2-3 പാവയ്ക്കയുടെ തൈയും വെച്ച്. ഇതിനകത്ത് നമ്മളൊരു ക്യാബേജ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ പിച്ചിയായിരുന്നു. ഇപ്പോൾ 2 പാവയ്ക്കൊക്കെ അതിനകത്തിട്ട് അതെല്ലാം എന്താ ഇങ്ങനെ പടർത്തി കൊണ്ടുവരിക. അപ്പോൾ ഇതെല്ലാം കൂടി വലയിലങ്ങ് പടർത്തിയിട്ടാൽ ഇവിടെയും കുറച്ച് കൃഷിയാവും. അണ്ണനെ മണ്ണെടുത്തോണ്ട് വന്നിട്ട് ഇനി കരിയില കമ്പോസ്റ്റ് വാരാനായിട്ട് പോവുക. അയ്യോ വയറ്റീനെ കൊണ്ടുപോയില്ല. അനിയത്തിയും ചേട്ടത്തിയും കൂടെ അപ്പുറം നിന്ന് സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെ സ്നേഹിച്ചാൽ മതി.
കുരുത്തക്കേടിന് കൈയും കാലും വെച്ച 4 സാധനങ്ങളകത്ത്. ഈ വൈറ്റിക്ക് പെണ്ണിന് ഇപ്പോൾ ഈയിടെയായിട്ട് ഇച്ചിരി കുരുത്തക്കേടും കൂടുതല കേട്ടോ. ഇമ്മി വരുന്ന അവയമ്പാ. മക്കളവിടെ നിന്നാ വൈറ്റി അകത്ത് പോവാണ്. വൈറ്റി എവിടേക്ക്? ഞങ്ങൾ ഇനി അങ്ങോട്ട് വരുന്നില്ല, ഞങ്ങൾക്ക് താഴെ പണിയുണ്ട്. വരുന്ന വൈറ്റി. തള്ളി തുറക്കാൻ നോക്കുന്നു. വൈറ്റമ്മ അവിടെ നിന്ന് കളിച്ച് ഇച്ചിരി കഴിഞ്ഞ് വന്ന് തുറന്നു വിടാം. ഈ കുറച്ച് നേരം എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അടുക്കളയിൽ പണി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം നട്ട് കഴിയുമ്പോൾ ഉള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ അടുപ്പിലൊക്കെ ഓരോന്ന് വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയത്. ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉള്ളിയൊക്കെ കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എടുക്കാനൊക്കെ പോകുന്നത്. അണ്ണനെ ഇതാ ഇവിടെ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് ഇത് നടാനുള്ളതോ ഒരുത്തും ഇതാ അവിടെ വന്ന് അണ്ണന് ചാരിയിരിക്കും. അത് നമ്മളെ ജാനു ഉണ്ടല്ലോ, ജാനു അങ്ങനെയാണ്. നമ്മൾ എവിടെ നിന്നാലും അവിടെ വന്ന് നിൽക്കും. ഇതിൽ ഞങ്ങൾ മിക്സ് ചെയ്തിരിക്കുക ചകിരിച്ചോറ്, പിന്നെ ചാമ്പൽ, ചാണകപ്പൊടി, പിന്നെ ഈ കരിയില കമ്പോസ്റ്റ്. കണ്ടോ പണി ചെയ്യാൻ സമ്മതിക്കരുത്. ആ ചവറിൻ്റെ ഇടയ്ക്ക് കയറി കിടക്കണ്ട വല്ല ജിമ്മോ. ഓഹോ എല്ലാം തള്ളിയിടുന്നു. ഇത് വെറുതെ അയ്യത്ത് നിന്ന് വെട്ടിക്കളച്ചിട്ട് മണ്ണ് അവിടെ വളം മിക്സ് ചെയ്ത് തൈ നടേണ്ട ചെയ്യേണ്ട കാര്യമാണ്. ഈ കുട്ടിപ്പട്ടാളങ്ങൾ ചെയ്യാൻ സമ്മതിക്കാതെ ഈ ഇരട്ടി പണിയാക്കി ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. എൻ്റെ പൊന്നോ, അതാ ഒരുത്തെന്താ കാലിൽ വന്നിരിക്കുന്നുണ്ടോ. എവിടെയെങ്കിലും നിന്നാൽ ഒന്നുകിൽ വന്ന് ചാരി നിൽക്കും, അല്ലെങ്കിൽ വന്നതാ ഇതുപോലെ കാലിൽ വന്നിരിക്കും. എൻ്റെ കാലിലാണ് അവൻ ഇരിക്കുന്നത്. കാലുകടാൻ്റെ നല്ല കുഷലിലിരിക്കുന്നതാണൊക്കെ ഇരിക്കുന്നവൻ ആണ്. എണീറ്റ് എന്തായാലും രക്ഷോട്ട് ഇനി അവിടെ കിടന്ന്. നല്ല കുട്ടി അങ്ങനെ കിടന്നേ. വൈറ്റി കൃഷി എന്തായി കഴിഞ്ഞാ? ഇനി ബാക്കി കവർ ഇന്ന് മേടിക്കണ്ടേ ഗ്രോ ബാഗ്? എന്നിട്ട് നാളെ ഇതുപോലെ കുറേശ്ശെ നട്ട് എടുത്തതേ. സാറേ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോഴേ ഇതൊക്കെ കടിച്ചു കീറണമെന്നൊന്നും തോന്നരുത് കേട്ടാ. നിങ്ങളൊന്നും ചെയ്യില്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നിന്റെ അടുത്താണേ. റാണി പിന്നെ അങ്ങനെയുള്ള കുരുത്തക്കേടുകളൊന്നുമില്ല. വേണ്ട കിടന്ന് അണ്ണന് സപ്പോർട്ടാണ്. അണ്ണൻ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി ബാക്കിന്നൊരു സപ്പോർട്ട് കൊടുത്തിരിക്കുക അണ്ണന്. ജിമ്മി ഞാൻ സ്നേഹം കൂടുമ്പോൾ വയറ്റിനെ ഞാൻ ഇമ്പ്രൂട്ടി എന്ന് വിളിക്കും. ഇമ്പ്രൂട്ടി. അപ്പോൾ ഓടി വരും. ഇമ്പ്രൂവേ എന്താ. ഇത് പച്ചമുളകിൻ്റെ തൈയാണ്. എന്താ തൈയൊക്കെ അങ്ങ് വളർന്ന്. ഇതാണ് അണ്ണൻ്റെ അധ്വാനത്തിൻ്റെ ഫൈനൽ റിസൾട്ട്. പച്ചക്കറി തൈ എല്ലാം നട്ടിട്ടുണ്ട്. പച്ചമുളകിൻ്റെ തൈ നട്ട് ഗ്രോ ബാഗിലൊക്കെ നിറച്ച് ചവറൊക്കെ ഇട്ട് വെയിലൊന്നും അടിക്കാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ഇതൊന്നും നശിപ്പിക്കരുതേ മക്കളെ. വൈറ്റമ്മ അതെടുക്കരുത് വൈറ്റി. കണ്ടാ അവൾ അപ്പോഴും തന്നെ അതെടുത്തോണ്ട് വരാത്തൊരു വിറക് കഷ്ണം കിടന്ന് അതെടുത്തോണ്ട് പോകും. ഇനി വേറെ മാർഗങ്ങളൊന്നുമില്ല. ഇനിയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബാക്കിലെ പെരയിടം നെറ്റ് വെച്ച് കെട്ടി മറച്ചിട്ട് അവിടെ കൃഷി ചെയ്യുക എന്നുള്ളത്. അത് ഇച്ചിരി പൈസ ചിലവുള്ളതായതുകൊണ്ട് ഇപ്പോൾ ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല. കവറിൽ ചെടി നട്ട് ഇനി വെള്ളമൊക്കെ ഒഴിച്ച് അത് നനയ്ക്കുകയാണ് അണ്ണൻ. ഇപ്പം നമ്മളെ ബുദ്ധിമുട്ട് മനസ്സിലായാലും എല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുക. അപ്പം നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമുക്ക് ക്ഷമയും കാര്യവും ഒക്കെ വേണം. അവർ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അവർക്ക് വികൃതിയും കാര്യങ്ങളും ഒക്കെ കാണും. നമ്മൾ മനുഷ്യ കുഞ്ഞുങ്ങളെ കണക്ക് തന്നെ. അവരുടെ ഒരു പ്രായം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും. തോറും അതുപോലെ വന്ന് നോക്കി നിൽക്കും, സ്നേഹിച്ച് നിൽക്കും. എപ്പം വെള്ളം ഒഴിക്കാൻ ഓസ് എടുത്താൽ അവൻ അപ്പോഴേ വെള്ളം കുടിക്കണം. ഓസിൽ നിന്ന് വെള്ളം കുടിക്കണം. അവിടെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഫുൾ ടൈം 24 മണിക്കൂർ എല്ലാവർക്കും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു പപ്പിയെ അല്ലെങ്കിൽ ഒരു ഡോഗിനെ വളർത്തുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ കാണും. പക്ഷെ നമ്മൾ അതിൻ്റെ പേരിൽ അവരെന്തെങ്കിലും വികൃതി കാണിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരെ വാരിയിട്ട് അടിക്കുക അല്ലെങ്കിൽ കൊണ്ട് കളയുകയൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ മനുഷ്യത്വം ഇല്ലായ്മയാണ്. ഇതിപ്പോൾ ഇനി അവർ നശിപ്പിക്കുമായിരിക്കാം. എന്നിട്ട് നമ്മൾ അടുത്ത മാർഗം നോക്കുക. അല്ലാതെ അവരെ ഉപദ്രവിച്ചിട്ട് അവരെ എന്തെങ്കിലും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ നല്ലതാണ്. കുഞ്ഞു മക്കളാണ്. അവരെ നമ്മളെ പോലുള്ള ജീവനും വേദനയും ചോരയും നീരും ഒക്കെയുള്ള ജീവികളാണ് അതുങ്ങളും. അപ്പോൾ അവരെ നമ്മൾ അതുപോലെ ഒന്ന് സ്നേഹിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ബൈ.